Welcome to the General Engineering class. Today we discuss chapter 10 Transformers. You may have noticed a transformer placed on the roadside. What is the function of that transformer? It step down the voltage. A transformer can also step up the വോൾട്ടേജ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡ് സൈഡുകളിൽ ഒരു തറയുടെ മുകളിലോ അല്ലെങ്കിൽ രണ്ട് പോസ്റ്റിന്റെ മുകളിലായിട്ട് ട്രാൻസ്ഫോമറുകൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ആ ട്രാൻസ്ഫോമറുകൾ ചെയ്യുന്നത്? അത് സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പവർ ജനറേഷൻ സ്റ്റേഷനിൽ നിന്നും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട് നമുക്ക്, അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം പവർ സ്റ്റേഷനുകളിലെല്ലാം വരുന്ന വൈദ്യുതി ഹൈ വോൾട്ടേജ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഹൈ വോൾട്ടേജ് വൈദ്യുതി വരുന്നത് വിവിധ സബ് സ്റ്റേഷനുകളിൽ വെച്ച് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന ട്രാൻസ്ഫോമറിലേക്ക് 11 kV, അതായത് 11,000 വോൾട്ട് ആയിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുന്നത്. 3 ലൈനുകൾ കാണാം, വലിയ 3 ലൈനുകൾ കാണാം. ആ 3 ലൈനുകളിലൂടെ വരുന്നത് 11,000 വോൾട്ടാണ്. ഈ 11,000 വോൾട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമർ അതിനെ 230 വോൾട്ട് ആക്കിയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജ് 230 വോൾട്ടുകളാണ് 4 ലൈനിൽ കൂടെ നിങ്ങൾ കാണാം. 4 ലൈനുകൾ ഉണ്ടാവും. അതിൽ 1 ന്യൂട്രലും 3 ഫേസുകളും. അതിൽ ഒരു ന്യൂട്രലും ഒരു ഫേസും നമ്മുടെ വീടുകളിലേക്ക് നൽകും. ആ ന്യൂട്രലും ഫേസും വരുമ്പോൾ അതിൽ 230 വോൾട്ട് ഉണ്ടാവും. ഈ 230 വോൾട്ട് നമ്മുടെ വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. ഫ്രിഡ്ജ്, AC, അതുപോലുള്ള വാഷിംഗ് മെഷീൻ, TV, എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് 230 വോൾട്ട് AC. ഓക്കെ, നെക്സ്റ്റ്, എ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് അപ്പാരറ്റസ് വിച്ച് സ്റ്റെപ്സ് up or step down the voltage from one circuit to another circuit without changing its frequency and power. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് അപ്പാരറ്റസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 പോസ്റ്റിൽ നിർത്തുന്നതോ അല്ലെങ്കിൽ ഒരു തറയുടെ മുകളിൽ നിർത്തുന്നതോ ആണ് ട്രാൻസ്ഫോമർ. അതിൽ മൂവിങ് പാർട്സ് ഇല്ല. അതിനെന്താണ് ഫംഗ്ഷൻ? ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് വോൾട്ടേജ്, AC വോൾട്ടേജ്, ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പവർ ആൻഡ് ഫ്രീക്വൻസി. അതിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസിയിലോ പവറിലോ ഒരു മാറ്റവും വരുത്താതെ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് വൈദ്യുതിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമ്മളൊരു ട്രാൻസ്ഫോമറിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് വരയ്ക്കുന്നത്. നോക്കുക, ഇതില് ഒരു ട്രാൻസ്ഫോമർ ആണ്. ഈ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണോ, എന്തായാലും അതിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന പാർട്ടിനെ ഇൻപുട്ട് എന്ന് പറയും. ഇൻപുട്ട് വോൾട്ടേജ്, ആ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിനെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയാം. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് എന്നാണ് പറയാ. പ്രൈമറി വൈൻഡിങ്. ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗം അതിനെ സെക്കൻഡറി എന്ന് പറയാം. സെക്കൻഡറി. അപ്പോ ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, ഒരു AC വോൾട്ടേജ് കൊടുത്തു. ഒരു AC വോൾട്ടേജ്
കൊടുത്തു, AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ AC വോൾട്ടേജ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ കൂടെ അല്ലെങ്കിൽ പ്രൈമറി വൈദ്യുതിയിൽ കൂടെ ഇങ്ങനെ കറങ്ങിപ്പോകും. അതിന്റെ ഒരു ഭാഗം തൊട്ടടുത്ത് നിൽക്കുന്ന സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. അതിന് സെക്കൻഡറി കോയിലിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അതേസമയം എങ്ങനെയാണ് കോണ്ടാക്ട് ഉള്ളത്? ഇറ്റ് മാഗ്നറ്റിക്കലി കപ്പിൾഡ്. ഈസ് മാഗ്നറ്റിക്കലി കപ്പിൾഡ്. ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം ഇതിലേക്ക് കപ്പിൾ ചെയ്യും. ഓക്കെ, അങ്ങനെ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിട്ട് ഡയറക്റ്റ് ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത രണ്ട് കോയിലുകളിലൂടെയാണ് നമ്മൾ ഇലക്ട്രിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഇൻപുട്ട് പവർ എത്രയാണോ അത്ര തന്നെയാവും അതിന്റെ ഔട്ട്പുട്ട് പവർ. ഔട്ട്പുട്ട് പവറിൽ മാറ്റം വരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ ഇതിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നില്ല. ഇതിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ 50 ഹെർട്സ് തന്നെ അതിന്റെ ഔട്ട്പുട്ടിലും. ഫ്രീക്വൻസിയിലോ പവറിലോ മാറ്റമില്ല. ഒരു സർക്യൂട്ടിലുള്ള AC വോൾട്ടേജിനെ മറ്റൊരു സർക്യൂട്ടിലേക്ക് മാറ്റുന്നതിനെയാണ് മാറ്റുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അവ തമ്മിൽ ഡയറക്റ്റ് എന്തില്ല, ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇല്ല. ഇതാണ് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന അങ്ങനെ വിവിധ തരം ട്രാൻസ്ഫോമറുകൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. Working principle of transformer. Transformer is working by the principle of mutual induction. Mutual induction എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ആ മ്യൂച്വൽ അപ്പൊ ഇവിടെ ഈ സർക്യൂട്ടിൽ കൂടെ നമ്മളൊരു വൈദ്യുതി കടത്തി വിടുമ്പോൾ, ഒരു ചേഞ്ചിങ് വൈദ്യുതി കടത്തി വിടുമ്പോൾ അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോയിൽ ഒരു EMF ഉണ്ടാകുന്നു എന്ന് പറയുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺലി ഇൻ AC സപ്ലൈ. ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈയിൽ മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്തുള്ളൂ. DC സപ്ലൈയിൽ ഇത് വർക്ക് ചെയ്തില്ല. In a transformer, voltage is increased by corresponding decrease of current, and voltage is decreased by the increase of current. ഇവിടെ വോൾട്ടേജ് നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ കൂടുതൽ വോൾട്ടേജ്, ഇവിടെ നമ്മളൊരു 220 വോൾട്ട് കൊടുത്തു, അത് ഇവിടെ ഡിക്രീസ് ചെയ്തിട്ട് 12 വോൾട്ടായി മാറുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു 5 ആംസ് ആണെങ്കിൽ ഇവിടെ ഒരു 10 കറസ്പോണ്ടിങ് ആംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് വർധന മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അളവ് പറയുന്നത്. അതായത് ഇവിടെയുള്ള കറണ്ട് അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ കറണ്ട്, ഇവിടെയുള്ള വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ, വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ കറണ്ട് കൂടും. അപ്പോൾ അളവ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറഞ്ഞ വോൾട്ടേജിലേക്കാണ് അത് മാറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൊടുക്കുന്ന കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ കറണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഖ്യ നിങ്ങൾ കണക്കെടുക്കുകയേ വേണ്ട. അപ്പോൾ അങ്ങനെയാണ് സ്റ്റെപ്പ് ഡൗണിൽ ചെയ്യുന്നത്. അതേസമയം സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ 220 ആണെങ്കിൽ ഇവിടെ 440 പരിഗണിക്കുക, വോൾട്ടേജ് കൂടി. അപ്പൊ ഇവിടെ കറണ്ട് 5 ആംസ് ആണെങ്കിൽ ഇവിടെ 3 ആംസ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ വോൾട്ടേജ് ഇവിടെ കൂടുമ്പോൾ കറണ്ട് കുറയും. അതാണ് ട്രാൻസ്ഫോമർ സംഭവിക്കുന്നത്. സെക്കൻഡറിയിൽ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടും, സെക്കൻഡറിയിൽ കറണ്ട് കുറയും. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറയും, കറണ്ട് കൂടും. ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിൽ. ഓക്കെ, നെക്സ്റ്റ് മെയിൻ പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ. മെയിൻ പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ: പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് and core are the main parts of a transformer. ഇതിന്റെ
പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ അതിലേക്ക് വൈദ്യുതി കൊടുക്കുന്ന AC സപ്ലൈ കൊടുക്കുന്ന വൈൻഡിങ്ങിനെ നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്ന് പറയും. ഇത് സെക്കൻഡറി വൈൻഡിങ് ആണ്. അതായത് ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി ഔട്ട്പുട്ട് എടുക്കുന്ന വൈൻഡിങ്ങിനെയാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി വൈൻഡിങ് ആണ്, ഇത് പ്രൈമറി വൈൻഡിങ് ആണ്. അതുപോലെ കോർ, ഒരു സോഫ്റ്റ് അയൺ കോർ. അപ്പൊ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, കോർ എന്ന് പറയുന്നത് ഏതാണ്? ഇത് കോറാണ്. ഇതിന്റെ സോഫ്റ്റ് അയൺ കോറാണ്. ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവ മൂന്നുമാണ് പ്രധാന ഭാഗങ്ങൾ. അതിനു പുറമെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ട്രാൻസ്ഫോമറിൽ കൂളിംഗ് ട്യൂബ്സ് കാണാം, എക്സ്പ്ലോഷൻ വെന്റ് കാണാം. നിങ്ങൾ അതൊന്നും ഇതിലേക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ, ട്രാൻസ്ഫോമർ കോർ, ഈ മൂന്നുമാണ് ഇതിന്റെ മെയിൻ പാർട്സ് ആയിട്ട് പഠിക്കേണ്ടത്. Supply is fed to the primary winding and load is connected to the secondary winding. ഇതില് പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സപ്ലൈ കൊടുക്കുന്നത്. അതില് സെക്കൻഡറി വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ഇവിടെ ലോഡ് കൊടുക്കുന്ന സെക്കൻഡറി വൈൻഡിങ്ങിലും പ്രൈമറി വൈൻഡിങ്ങിലും നമ്മൾ സപ്ലൈ കൊടുക്കുകയും ചെയ്യും. The function of the core is to hold the windings and make an easy path for the magnetic circuit. What are the function of the core? It holds the winding. രണ്ട് വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യും. It holds the winding and make a magnetic path to the windings. നമ്മുടെ ഈ മാഗ്നറ്റിക് പാത്ത് മൂവ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലെ മാഗ്നറ്റിക്, ഇവിടെ ഈ കോയിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഈ കോർ ഉപയോഗിക്കുന്നു. മാഗ്നറ്റിക് ഫ്ലക്സിന് പാസ് ചെയ്യാൻ സഹായകമായിരിക്കും കോർ. അപ്പൊ കോറിന്റെ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് ടു ഹോൾഡ് ദ വൈൻഡിങ്സ് ആൻഡ് മേക്ക് എ മാഗ്നറ്റിക് പാത്ത് ഫോർ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ടിനുള്ള ഒരു പാത്തായിട്ടും നമ്മുടെ കോർ വർക്ക് ചെയ്യും. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് കോറിന്. ഒന്ന് കോയിലിനെ അല്ലെങ്കിൽ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യുക, രണ്ടത് മാഗ്നറ്റിക് സർക്യൂട്ടിനെ പാത്തായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ. Laminated core is used in the transformer to minimize the eddy current loss. ലാമിനേറ്റഡ് കോർ ആണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. ലാമിനേറ്റഡ് കോർ, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സി ആകൃതിയിലുള്ള ഒരു സ്ട്രിപ്പ്, ഒരു ഐ ആകൃതിയിലുള്ള സ്ട്രിപ്പ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്ട്രിപ്പ്. ഈ സി ആകൃതിയിലുള്ള കനം കുറഞ്ഞ ഏറ്റവും നേരിയ രണ്ട് സ്ട്രിപ്പുകളാണ്. അങ്ങനെയുള്ള ഒരു അനേകം സ്ട്രിപ്പുകൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ് ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ടാക്കുന്നത്. അല്ല ഒരു സോഫ്റ്റ് അയണിന്റെ ഒറ്റ പീസ് അല്ല, ഇത് ലാമിനേറ്റഡ് പീസുകളാണ്. ഈ പീസുകൾ ആദ്യം ഇങ്ങനെ വെക്കും, പിന്നെ രണ്ടാമത് ഇതിന് മുട്ടിരിക്കും. ഇങ്ങനെ രണ്ട്, ഒരു ഐയും ഒരു സിയും വെക്കും. നെക്സ്റ്റ് അടുത്ത ഐ ഇവിടെ വെക്കും, സി ഇവിടെ വെക്കും. അങ്ങനെ ഐയും സിയും തിരിച്ചും മറിച്ചും വെച്ച് ഒരു കട്ടിയായിട്ട് വരുമ്പോൾ ഒരു കട്ടിയുള്ള കോറായിട്ട് മാറും. ഇതാണ് നമ്മുടെ ലാമിനേറ്റഡ് കോർ എന്ന് പറയുന്നത്. അത് എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലാമിനേറ്റഡ് കോറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. Transformation ratio. The ratio between secondary turns and primary turns is known as transformation ratio. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ടേൺസും പ്രൈമറി ടേൺസും തമ്മിലുള്ള റേഷ്യോക്കാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൈമറി ടേൺസ്, ഇതാണ് സെക്കൻഡറി ടേൺസ്. ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. അഥവാ സെക്കൻഡറി വോൾട്ടേജ്
പ്രൈമറി വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങും പ്രൈമറി വൈൻഡിങ്ങും തമ്മിലുള്ള റേഷ്യോയും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് അതിനെ നമ്മൾ എൻ പി എന്ന് പറയും. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എൻ എസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ പ്രൈമറി വോൾട്ടേജ് എന്ന് പറയും, വി പി, പ്രൈമറി വോൾട്ടേജ്. ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് വി എസ്. അപ്പം വി പി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കൊടുക്കുന്ന പ്രൈമറി വോൾട്ടേജ്, വി എസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സെക്കൻഡറി വോൾട്ടേജ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് എൻ പി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് എൻ എസ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഐ പി എന്ന് പറയും, സെക്കൻഡറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഐ എസ് എന്ന് പറയും. സെക്കൻഡറി കറണ്ട്, പ്രൈമറി കറണ്ട്, ഇത്രയും ടേംസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്ന ട്രാൻസ്ഫോർമർ റേഷ്യോ മനസ്സിലാക്കുന്നത്. ഇവിടെ NS is the number of secondary turns. NP is the number of primary turns. NP is the number of primary turns. And VS is the secondary voltage. VP is the primary voltage. IS is the secondary current. And IP is the primary current. Okay. ട്രാൻസ്ഫോർമർ റേഷ്യോ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഡിനോട്ട് ബൈ ക്യാപിറ്റൽ ലെറ്റർ കെ. കെ ഈസ് ഈക്വൽ ടു NS by NP. NS by NP. That is the ratio between the secondary turns to the primary turns. That NS by NP, that is equal to VS by VP. Secondary voltage divided by primary voltage. ഇത് രണ്ടും തുല്യമാണ്. That is equal to IP by IS. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ NS by NP ആണ്, VS by VP ആണ്. ഇവിടെ നേരെ തിരിഞ്ഞു, പ്രൈമറി കറണ്ട് ഡിവൈഡഡ് ബൈ സെക്കൻഡറി കറണ്ട് ആണ്. ഇവിടെ സെക്കൻഡറി വോൾട്ടേജ് ബൈ പ്രൈമറി വോൾട്ടേജ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്രൈമറി കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറി കറണ്ട്. ഇത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഇത് മാറിപ്പോകരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വൈൻഡിങ്, ഓർ സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ്, ഓർ പ്രൈമറി കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറി കറണ്ട്. ഇത് മൂന്നും ഈ കെക്ക് തുല്യമാണ്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ.